അമൃതതീർത്ഥം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒ ഹെൻറി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന അമേരിക്കൻ കവിയും ചെറുകഥാകൃത്തുമായ വില്യം സിഡ്നി പോർട്ടറിൻ്റെ ദ ലാസ്റ്റ് ലീഫ് അഥവാ അവസാനത്തെ ഇല എന്ന ചെറുകഥയാവട്ടെ ഇന്നത്തെ നമ്മുടെ ആസ്വാദനത്തിൽ. മെയിൻ എന്ന നഗരത്തിൽ നിന്നും കാലിഫോർണിയ എന്ന നഗരത്തിൽ നിന്നും രണ്ട് പെൺകുട്ടികൾ ന്യൂയോർക്കിൽ എത്തപ്പെടുകയാണ്. അവർ ന്യൂയോർക്കിലെ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അവരുടെ പേര് ഒരാൾ ജോൺസി, മറ്റൊരാൾ സ്യൂ. ഇവരുടെ സംഭാഷണത്തിനിടയിൽ അവർക്ക് മനസ്സിലാകുന്നു അവരുടെ ഇഷ്ടങ്ങളൊക്കെ ഒരേപോലെയാണെന്ന്. അവർ ഭക്ഷണം ഒരേപോലെ ഇഷ്ടപ്പെടുന്നു. വസ്ത്രധാരണം രണ്ടുപേർക്കും ഒരേപോലെയുള്ള ഇഷ്ടം. അങ്ങനെ ചിത്രകാരികളുമാണ് അവർ രണ്ടുപേരും. അപ്പോൾ അവർ വിചാരിക്കുന്നു രണ്ടുപേരും ഒരുമിച്ച് ന്യൂയോർക്കിൽ എവിടെയെങ്കിലും താമസിക്കാമെന്ന്. അങ്ങനെ ന്യൂയോർക്കിലെ ഒരു പഴയ ഒരു 3 നില കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിലെ ഒരു കുടിസുമുറിയിലാണ് അവർ താമസിക്കുന്നത്. അങ്ങനെ ആ കുടിസുമുറിയിൽ താമസിച്ചു വരികയാണ് രണ്ടുപേരും കൂടി. ചിത്രകാരികളാണല്ലോ, ചിത്രങ്ങളും ഒക്കെ വരച്ച് അങ്ങനെ അവർ താമസിച്ചു വരുമ്പോൾ ഒരു ശൈത്യകാലമായി. അപ്പോൾ ഒ ഹെൻറി കഥയിൽ പറയുകയാണ്, അവർ താമസിച്ചിരുന്നതിൻ്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് ഒരു അപരിചിതൻ, ഒരു അജ്ഞാതൻ്റെ വരവുണ്ടായി. ആ അജ്ഞാതൻ്റെ തണുത്തു വിറച്ച കൈകളാൽ ആരെ തൊട്ടാലും ആ ആൾ രോഗിയായി മാറുകയാണ്. ആ അജ്ഞാതന് നമ്മുടെ കഥാകൃത്ത് ഒരു പേരിട്ടു, മിസ്റ്റർ ന്യൂമോണിയ. അങ്ങനെ ആ ഗ്രാമത്തിൽ ന്യൂമോണിയ പടർന്നു പിടിച്ചു. ഒരുപാട് ആൾക്കാർ ഗുരുതരാവസ്ഥയിലായി. കുറേ അധികം ആൾക്കാർ മരണപ്പെട്ടു. അങ്ങനെ ഇരിക്കെ ഇവർ താമസിക്കുന്ന ആ പ്രദേശത്തും ഈ അജ്ഞാതൻ്റെ ആക്രമണം നേരിട്ടു. നമ്മുടെ കൂട്ടുകാരികളായ ജോൺസിയുടെ ശരീരത്ത് ആ തണുത്ത വിരലുകൾ സ്പർശിച്ചു. അവൾക്ക് ന്യൂമോണിയ ബാധിച്ചു. അവളുടെ അസുഖം വളരെ മൂർച്ഛിച്ചു. സ്യൂ ആകെ ഭയപ്പെട്ടു. അവൾ പെട്ടെന്ന് ഡോക്ടറെ വിളിച്ചു. ജോൺസി ആവട്ടെ കട്ടിലിൽ അനങ്ങാൻ പോലും വയ്യാതെ കിടപ്പിലായി. ശരീരം അനക്കാൻ പോലും ജോൺസിക്ക് കഴിയുന്നില്ല. ഡോക്ടർ എത്തുന്നു. പരിശോധനയ്ക്ക് ശേഷം സ്യൂവിനെ വെളിയിലേക്ക് വിളിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, ജോൺസിയുടെ നില വളരെ ഗുരുതരമാണ്. അവൾ ഇനി ജീവിതത്തിലേക്ക് തന്നെ മടങ്ങി വരുമെന്ന് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. അവൾ വളരെ ക്ഷീണിതയാണ്. എന്നാൽ ഡോക്ടർ മരുന്നുകളൊക്കെ കൊടുത്തിട്ട് പോകുന്നു. ജോൺസി എപ്പോഴും ആ കട്ടിലിനരികെ ഒരു ചെറിയ ജനാലയുണ്ട്. ആ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി അങ്ങനെ കിടക്കുകയാണ്. സ്യൂ എപ്പോഴും അവളുടെ അരികിലിരുന്ന് അവൾക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ സ്യൂവിനോട് ജോൺസി പറയുന്നു, അവിടേക്ക് നോക്കൂ, ആ മതിലിലേക്ക് നോക്കൂ. അവിടെ കാണുന്ന ആ മതിലിൽ പിടിച്ച് കിടക്കുന്ന വള്ളിച്ചെടി കണ്ടോ നീ? ഐവി ചെടി എന്ന് പറയുന്ന ഒരു തരം വള്ളിച്ചെടിയാണത്. ആ ചെടിയിലെ ഇലകളെല്ലാം കൊഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്ന് ജോൺസി സ്യൂവിനോട് പറയുന്നു. എന്നാൽ സ്യൂ അവൾക്ക് ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് വരുന്നു. പതുക്കെ പതുക്കെ ജോൺസി ഭക്ഷണം പോലും ഉപേക്ഷിച്ചു. അവൾ വളരെയേറെ ക്ഷീണിതയായി തുടങ്ങി. സ്യൂവിന് ആകെ വിഷമമായി. ഇവൾക്ക് ഭക്ഷണത്തിനും മരുന്നിനുമൊക്കെ ഇനി പണം വേണം. പെട്ടെന്ന് സ്യൂവിന് തോന്നി തൻ്റെ ക്യാൻവാസ് എടുത്തുകൊണ്ട് വന്ന് ജോൺസിയുടെ റൂമിൽ വെച്ച് തനിക്ക് ഒരു ചിത്രം വരച്ച് അത് കൊടുത്താൽ പൈസ ഉണ്ടാക്കാം, ഇവളെ ഭക്ഷണവും ഇവൾക്ക് മരുന്നും ഒക്കെ വാങ്ങാമെന്ന് കരുതി ആ ക്യാൻവാസ് എടുത്ത് ജോൺസിയുടെ മുറിയിൽ കൊണ്ടുവച്ച് പെയിൻറ്റിങ് തുടങ്ങി. അങ്ങനെ സ്യൂ ആ പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ ശ്രദ്ധിച്ചു, ജോൺസി കട്ടിലിൽ കിടന്നുകൊണ്ട് എന്തൊക്കെയോ പിറുപിറുക്കുന്നു. അവൾ ഓടി ജോൺസിയുടെ കട്ടിലിനരികിലെത്തി.
അപ്പോൾ അവൾ എന്തോ ജനാലയിൽ കൂടി നോക്കി എണ്ണിക്കൊണ്ടേയിരിക്കുകയാണ്. 12, 11, 10, 9, 8 ഇങ്ങനെ അവൾ എണ്ണം താഴേക്ക് എണ്ണുകയാണ്. പെട്ടെന്ന് സ്യൂ ചോദിച്ചു, എന്താണ് ജോ? ജോ എന്നാണ് അവൾ വിളിക്കുന്നത്. എന്താണ് ജോ? നീ എന്താണ് ഈ എണ്ണിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ സ്യൂവിനോട് ജോ പറഞ്ഞു, നീ നോക്കൂ, ഞാൻ ഇവിടെ കിടക്കുമ്പോൾ ആ പടർന്നു കിടന്ന ആ ഐവി ചെടിയിൽ 100 കണക്കിന് ഇലകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നീ ഒന്ന് നോക്കിയേ, ആ ചെടിയിൽ ഇനി ശേഷിക്കുന്നത് 4 5 ഇലകൾ മാത്രം. ആ ഇലകൾ കൊഴിയുന്നത് പോലെ, കൊഴിഞ്ഞു പോകുന്നത് പോലെ എൻ്റെ ജീവിതവും കൊഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ അവസാനത്തെ ഇല കൊഴിയുമ്പോൾ ഞാൻ മരിച്ചു പോകും സ്യൂ. അപ്പോൾ സ്യൂ പറഞ്ഞു, നീ എന്ത് മണ്ടത്തരവാ ജോ പറയുന്നത്? ഇലകൾ കൊഴിയുന്നത് പോലാണോ നമ്മളുടെ ജീവിതം? നീ ഇങ്ങനെ മണ്ടത്തരം ഒന്നും പറയാതെ. അല്ല സ്യൂ, എൻ്റെ ജീവൻ ആ അവസാനത്തെ ഇല പൊഴിയുമ്പോൾ ഞാനും മരിക്കും. സ്യൂ ആകെ വിഷമിച്ചു. സ്യൂ വിചാരിച്ചു, ഇവളെ ഇങ്ങനെ കിടത്തിയാൽ പോരാ, ഇവൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കണം. സ്യൂ പറഞ്ഞു, നീ ഇങ്ങനെ ഒരിക്കലും പറയരുത്. നിന്നെ ഞങ്ങൾക്ക് വേണം. നിന്റെ കൂട്ടുകാരികളായ ഞങ്ങളില്ലേ നിനക്ക്? നിന്നെ ഞങ്ങൾക്ക് വേണം. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ജോ എന്ന് സ്യൂ പറഞ്ഞു. എന്നിട്ടും ജോ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു അവളുടെ ചുണ്ടിൽ. ഇല്ല ഇല്ല സ്യൂ, ആ ഇലകൾ കൊഴിയും തോറും ഞാൻ മരണത്തിലേക്ക് അടുക്കുകയാണെന്ന്. പെട്ടെന്ന് തന്നെ സ്യൂവിന് തോന്നുന്നു, അവർ താമസിക്കുന്ന ആ കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിൽ ഒരു ചിത്രകാരനുണ്ട്. അയാൾക്കൊരു 60 വയസ്സ് പ്രായത്തിലേറെയുണ്ട്. അയാൾ ചിത്രകാരനാണെങ്കിലും വലിയ ചിത്രങ്ങളൊന്നും വരച്ചിട്ട് അതുകൊണ്ട് അയാൾ സാമ്പത്തിക നേട്ടമൊന്നും അയാൾ അധികം ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ അയാൾ 10-40 വർഷമായിട്ട് ദിവസവും അയാളുടെ ക്യാൻവാസ് എടുത്ത് വെളിയിൽ വെക്കും രാവിലെ ആകുമ്പോൾ. എന്നിട്ട് പെയിന്റും ബ്രഷും ഒക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് അയാൾ വരയ്ക്കാൻ തുടങ്ങുന്ന രീതിയിൽ നിൽപ്പുണ്ട് എന്നും രാവിലെ ഇവർ നോക്കുമ്പോൾ. പക്ഷേ വൈകുന്നേരം ആകുമ്പോഴും ഒരു വര പോലും ആ ക്യാൻവാസിൽ ഉണ്ടാവില്ല. അങ്ങനെ സ്യൂവിന് തോന്നുന്നു, ഇവളുടെ കാര്യം പോയി, അദ്ദേഹത്തെ കണ്ടൊന്ന് പറഞ്ഞാലോ. അപ്പോൾ സ്യൂ ജോവിനോട് പറയും, നീ ഇനി ആ ജനാലയിലൂടെ നോക്കരുത്, നീ കണ്ണുകൾ അടച്ചു കിടക്കണം. ഞാൻ ഈ പെയിന്റിങ് വരയ്ക്കും. ഞാൻ പെയിന്റിങ് വരച്ചു കഴിയുമ്പോൾ ഞാൻ നിന്നോട് പറയാം നീ കണ്ണ് തുറക്കാൻ. അപ്പോഴേ നീ കണ്ണുകൾ തുറക്കാവുള്ളൂ. നീ അതുവരെ കണ്ണുകൾ അടയ്ക്കണം. ഈ ജനാലയുടെ കർട്ടൻ എനിക്ക് അടച്ചിടാൻ പറ്റില്ല, കാരണം എനിക്ക് പെയിന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വെളിച്ചം വേണം. അതുകൊണ്ട് നീ കണ്ണുകൾ അടച്ചു വേണം ഇനി കട്ടിലിൽ കിടക്കാനെന്ന്. അത് കൂട്ടുകാരിയായ ജോ അനുസരിച്ചു. ഞാൻ കണ്ണുകൾ അടച്ചു കിടന്നോളാം. പക്ഷേ നാളെ നേരം പുലരുമ്പോൾ ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു ഇല കൂടി പൊഴിയും. പക്ഷേ ഞാൻ മരിച്ചിരിക്കും സു എന്ന് അവൾ പറഞ്ഞു. എന്നിട്ട് അവൾ കണ്ണടച്ച് കിടന്ന ആ സമയത്ത് സ്യൂ നേരെ ആ ചിത്രകാരനെ കാണുവാനായി പോകുന്നു താഴേക്ക്. അവൾക്കറിയാം ആ ചിത്രകാരൻ ഒരു മുൻചുണ്ടിക്കാരനാണ്. മുരട്ട് സ്വഭാവമാണ് ആ പ്രായമുള്ള മനുഷ്യന്. പോരാത്തതിന് അയാൾ മദ്യപാനിയുമാണ്. ഒരുപക്ഷെ അയാൾ മദ്യപിച്ചിട്ടിരിക്കുകയാവാം എന്നൊക്കെ ഓർത്ത് സ്യൂ അയാളുടെ മുറിയിലേക്ക് ചെന്നു. അങ്ങനെ അയാളുടെ പേര് ബർമാൻ എന്നായിരുന്നു. ആ ബർമാനോട് സ്യൂ തൻ്റെ കൂട്ടുകാരിയായ ജോൺസി എന്ന ജോവിൻ്റെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കേട്ട മാത്രയിൽ അയാൾക്ക് ദേഷ്യം വന്നു. സ്യൂവിൻ്റെ നേരെ പൊട്ടിത്തെറിച്ചു. എന്ത് വിഡ്ഢിത്തമാണ് ഈ പുലമ്പുന്നത് ജോൺസി? എന്താണ് നിന്നോട് ഈ പറഞ്ഞു വിട്ടിരിക്കുന്നത്? അവൾ വിഡ്ഢിയാണോ? ഇങ്ങനെ വൃക്ഷങ്ങളുടെയും സസ്യങ്ങളുടെയും ഒക്കെ ഇലകൾ കൊഴിയുമ്പോൾ തീരാനുള്ളതാണോ മനുഷ്യരുടെ ജീവിതം? എന്ത് പണ്ടത്തരമാണ് നീ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബർമാൻ അവൾക്ക് നേരെ ദേഷ്യപ്പെടുകയാണ്, ഷൗട്ട് ചെയ്യുകയാണ് അവൾക്ക് നേരെ. അപ്പോൾ സ്യൂ പറഞ്ഞു, നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ വരൂ എന്ന് പറഞ്ഞിട്ട് സ്യൂ തിരികെ ജോൺസിയുടെ മുറിയിലേക്ക് പോയി. രാത്രിയായപ്പോൾ അതിഭയങ്കര മഴയും ശൈത്യവും കൂടുന്നു.
മഞ്ഞ് വീഴുന്നു, അതിഭയങ്കര കാറ്റ്, കൊടുങ്കാറ്റ് തന്നെ. ഈ ബർമാൻ എന്ന ആ ചിത്രകാരൻ ആ രാത്രിയിൽ ആ മഴയത്ത് വന്ന് ഇവളുടെ ജനാലയിൽ കൂടി കാണാൻ പറ്റുന്ന ആ മതിലിൻ്റെ അടുത്ത് ഏണി കൊണ്ടുവച്ച് ആ ഏണിയിൽ കയറി നിന്നുകൊണ്ട് അയാൾ എത്തിയപ്പോഴേക്കും ആ അധികം നിന്ന് ആ പിന്നീട് കൊഴിയാൻ നിന്ന ആ ഇല കൊഴിഞ്ഞു പോയിരുന്നു. അയാൾ ആ കൊഴിഞ്ഞ ഭാഗത്ത് ഇലകൾ വരയ്ക്കാൻ തുടങ്ങി. അങ്ങനെ വരച്ച് വരച്ച് നിൽക്കുമ്പോൾ അതിഭയങ്കരമായ കൊടുങ്കാറ്റിൽ ഏണിയുടെ പുറത്ത് നിന്ന് അയാൾ വീഴുന്നു. അയാൾ അവിടെ നിന്ന് എഴഞ്ഞെഴഞ്ഞ് എങ്ങനെയെങ്കിലും അയാളുടെ മുറിയിലെത്തി. പിറ്റേന്ന് നേരം പുലർന്നു. നേരം പുലർന്നപ്പോൾ സ്യൂ പെട്ടെന്ന് കണ്ണു തുറന്നു. സ്യൂ പെട്ടെന്ന് തന്നെ ജനാല തുറന്ന് കർട്ടൻ നീക്കി ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. നോക്കുമ്പോൾ സ്യൂ കാണുന്നു, അതാ ആ ഇല പൊഴിഞ്ഞിട്ടില്ല, മറ്റ് ചെറിയ തളിരിലകളും വന്നിരിക്കുന്നു. പെട്ടെന്ന് തന്നെ അവൾ കൂട്ടുകാരിയായ ജോൺസിയെ വിളിച്ചുണർത്തി. ജോൺസി, എഴുന്നേൽക്കൂ, കണ്ണു തുറക്കൂ, നീ നോക്കിയേ, ജനാലയിലൂടെ നോക്കൂ. ജോൺസി നോക്കുമ്പോൾ അവൾ പ്രതീക്ഷിച്ചിരുന്ന ആ കൊഴിഞ്ഞു പോകുന്നു വിചാരിച്ചിരുന്ന ആ ഇല അവിടെ നിൽക്കുന്നു. ഒപ്പം ചെറിയ ചെറിയ തളിരിലകൾ ആ ചെടിയിൽ, ആ വള്ളിച്ചെടിയിൽ പിന്നെയും മുട്ടിട്ട് വരുന്നു, കിളിർത്തു വരുന്നു. അത് കണ്ട ജോൺസിക്ക് അവളുടെ സന്തോഷം താങ്ങാനാവില്ല, അടക്കാനായില്ല. അവൾ പെട്ടെന്ന് കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേൽക്കുകയായിരുന്നു. സ്യൂ, എനിക്ക് എഴുന്നേൽക്കണം, എനിക്ക് ഭക്ഷണം കഴിക്കണം, നീ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കൂ, അടുക്കളയിലേക്ക് പോ, ഞാനും വന്ന് അവിടെ ഇരിക്കാം. അതോടുകൂടി ജോൺസി അവളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരികയായിരുന്നു. സ്യൂവിന് അതിയായ സന്തോഷമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എത്തി. ജോൺസിയെ പരിശോധിച്ചു ഡോക്ടർ. എന്നിട്ട് സ്യൂവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ കൂട്ടുകാരി ഒരുപാട് ബെറ്റർ ആയിരിക്കുന്നു. അവൾ അവളുടെ അസുഖത്തിൽ നിന്നും പുറത്തു കടന്നിരിക്കുന്നു. അവൾ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നിനക്ക് പേടിക്കാനൊന്നുമില്ല. അവൾ അവളുടെ സാധാരണ ജീവിതത്തിലേക്ക് വരും. അവൾ നല്ല ഒരു പെയിൻറ്ററായി, ഒരു ചിത്രകാരിയായി, കലാകാരിയായി അവൾക്ക് തുടരാൻ സാധിക്കുമെന്ന്. അങ്ങനെ സ്യൂവിനോട് പറഞ്ഞതിന് ശേഷം ഡോക്ടർ പോകാൻ ഒരുങ്ങുമ്പോൾ ഡോക്ടർ സ്യൂവിനോട് ഒരു കാര്യം ഓർമ്മിപ്പിച്ചു. എനിക്ക് താഴെ കൂടി ഒരു റൂമിൽ പോകേണ്ടതായുണ്ട്. അവിടെ ഒരു വൃദ്ധന് പനി കൂടി അദ്ദേഹത്തിന് ന്യൂമോണിയ മൂർച്ഛിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ കൂടി നോക്കിയിട്ട് വേണം എനിക്ക് പോകാനെന്ന്. അങ്ങനെ ഡോക്ടർ പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സ്യൂ അറിയുന്നു, ബർമാൻ എന്ന ആ താഴത്തെ നിലയിൽ താമസിച്ചിരുന്ന ആ ചിത്രകാരൻ മരണപ്പെട്ടിരിക്കുന്നു. പെട്ടെന്ന് തന്നെ അവൾ ഓടി അവളുടെ കൂട്ടുകാരി ജോൺസിയുടെ അരികിലെത്തിയിട്ട് പറഞ്ഞു, നോക്കൂ ജോൺസി, നീ ജനാലയിലൂടെ ഒന്നുകൂടി നോക്കൂ. ആ ഇലകൾ നിനക്ക് കാണാൻ സാധിക്കുന്നില്ലേ? ആ ഇലകൾ ആരുടെ മാസ്റ്റർ പീസ് ചിത്രമാണെന്ന് നിനക്കറിയേണ്ടത്. നമ്മുടെ ബർമാൻ വർഷങ്ങളായി ഒരു മാസ്റ്റർ പീസ് ചിത്രം വരയ്ക്കുവാനായി കാത്തിരുന്നവനാണ്. ആ ചിത്രകാരൻ്റെ മാസ്റ്റർ പീസ് ചിത്രം ഇതാ അവിടെ കാണുന്നു. അതാണ് നീ കണ്ട ഇലകൾ. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് ചിത്രം വരച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ വെടിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സഫലീകരിച്ചിട്ട് യാത്രയായിരിക്കുന്നു. സുഹൃത്തുക്കളെ, നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാം, കലയെയും കലാകാരൻ്റെയും ആ ഒരു ആർജവം കൊണ്ട് ഒരു വ്യക്തിക്ക് ഉണ്ടായ പരിവർത്തനം. അതുപോലെ നമുക്കിവിടെ മനസ്സിലാക്കാം, മരണത്തിലേക്ക് കുതിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ മരണത്തിൻ്റെ വാതിലിലേക്ക് കടന്നുകൊണ്ടിരുന്ന ജോൺസി എന്ന ആ പെൺകുട്ടി, അവളെ മരണത്തിൽ നിന്ന് രക്ഷിച്ച ഡോക്ടർ മരുന്ന് കൊടുത്തു എങ്കിലും യഥാർത്ഥത്തിൽ ആ രോഗിയായ ആ ജോൺസി, സമൂഹത്തിൽ ഒരുപാട് രോഗികളുണ്ട്. ഇവിടെ നമുക്ക് സമൂഹത്തിലെ രോഗികളെ ജോൺസിയായിട്ട് എടുത്താൽ അവിടെ ഒരു ഭിഷഗ്വരനായ ഒരു ഡോക്ടറായി അവതരിച്ചത് ഈ ചിത്രകാരനായ കലാകാരനായിരുന്നു. ആ കലയുടെ പ്രാഗൽഭ്യം ഒരു കലാകാരൻ്റെ സംബന്ധിച്ച് ആ കലാകാരൻ നമുക്ക് നൽകുന്ന ആ ഒരു സംഭാവന എത്രത്തോളം വലുതാണെന്ന് കഥാകാരനായ ഒ ഹെൻറി നമ്മളെ ഇവിടെ വ്യക്തമായിട്ട് വരച്ച് കാട്ടുകയാണ്. അതിലൊന്നുകൂടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമുക്കെല്ലാവർക്കും രോഗങ്ങൾ പിടിപെടും. രോഗം വരാത്തവരായിട്ട് ഈ ഭൂമിയിൽ ഒരു മനുഷ്യരുമില്ല. പക്ഷേ നമ്മൾ ഒന്നോർക്കണം, നമുക്ക് രോഗം വന്നാൽ ചികിത്സിക്കാൻ ഡോക്ടർമാരുണ്ട്.
അതുപോലെ മരുന്നുകളുണ്ട്. പക്ഷേ ഒരു മരുന്നുകളും ഒരു രോഗവും ഇതുവരെ പൂർണ്ണമായിട്ട് മാറ്റിയിട്ടില്ല എന്നതാണ് സത്യവും പരമാർത്ഥവും. എന്നാൽ നമുക്കുണ്ടാകുന്ന ആത്മവിശ്വാസം, പണ്ടുള്ളവർ നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞു തന്നതുപോലെ താൻ പാതി ദൈവം പാതി എന്ന ആ ചൊല്ല് നമ്മളെല്ലാവരും കുട്ടിക്കാലം മുതൽ കേട്ട് വന്നിട്ടുള്ളവരാണ്. അതുപോലെ നമ്മളുടെ ആത്മവിശ്വാസം, നമ്മളുടെ കൂടി ഒരു വിശ്വാസം, നമ്മുടെ മനസ്സിൻ്റെ ധൈര്യം കൂടി ഉണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന അസുഖങ്ങളിൽ നിന്നും നമുക്ക് മുക്തരായി നമ്മുടെ ജീവിതത്തിലേക്ക് പിന്നീട് മുന്നോട്ട് കുറേ കാലം കൂടി ജീവിക്കാം എന്ന ഒരു മെസ്സേജാണ് ഈ കഥയിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. എല്ലാവർക്കും നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നമസ്കാരം, നന്ദി.